ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂഡ് ടാറ്റ ഡീം ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, കറണ്ട് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് മുന്നിൽ സെലക്ട് ചെയ്യാൻ വേണ്ടി രണ്ട് കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് ഫൈൻ ബാലൻസ് എന്നുള്ളൊരു കാർഡാണ്. രണ്ടാമത്തെ ദ ന്യൂ ബിഗിനിങ് എന്ന് കാണിക്കുന്ന കാർഡാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിന് ഏത് അട്രാക്റ്റായിട്ട് തോന്നുന്നു അത് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ കാർഡായിട്ടുള്ള ഫൈൻ ബാലൻസ് എന്ന് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, അതുപോലെ തന്നെ നിങ്ങളോടുള്ള അപ്രോച്ച് എന്തൊക്കെയാണ്. ഓക്കെ, ദ കാർഡ്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചിരുന്നത് ഡെത്ത് കാർഡാണ്. ഒരു കംപ്ലീറ്റ് ആയിട്ട് എൻഡപ്പായി ഒരു റീബർത്തായിട്ട് വീണ്ടും നിങ്ങളുടെയൊക്കെ വരണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് പാസ്റ്റിൽ ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ നിങ്ങളെ പറഞ്ഞ് വിഷമിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു വ്യക്തിയുടെ ഒരു ആനന്ദം എന്നൊക്കെ പറയുന്നത് നിങ്ങളെ ഹേർട്ട് ചെയ്ത് അതിൽ സന്തോഷിക്കുന്നതാവാം. മേ ബി തേർഡ് പാർട്ടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു സിറ്റുവേഷനായിട്ട് കുറച്ച് പേർക്കുണ്ട്, ബട്ട് അതിനേക്കാൾ കൂടുതൽ ഒരു പേഴ്സണായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം അപ്പുറത്ത് ചാടിയ സമയത്ത് ഒരിക്കലും ആലോചിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രത്തോളം മിസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളായിട്ടൊരു അപ്രോച്ച് എടുത്ത് അങ്ങോട്ട് പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി വിചാരിച്ചിട്ടുണ്ടാവും ഇതൊന്നും എവിടെ പോകാൻ, ഇവരൊന്നും എങ്ങും പോകുന്നില്ല, അവിടെ തന്നെ ഉണ്ടാവും. മീൻസ് ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ പോകെ പോകെ ഈ ഒരു വ്യക്തി നല്ല പെയിനിലാണ്, നല്ല മിസ്സിങ് ആണ്. കാരണം ഓപ്പോസിറ്റ് ഇത് തേർഡ് പാർട്ടി ഒരു പേഴ്സണായിട്ടുള്ളവർക്കാണെങ്കിൽ അവർ വിചാരിച്ച പോലുള്ളൊരു ലൈഫല്ല അപ്പുറത്തുള്ളത്. കാരണം നിങ്ങൾ അവരെ കെയർ ചെയ്യുന്ന പോലെ, നിങ്ങൾ അവരെ മനസ്സിലാക്കിയതുപോലെ, നിങ്ങൾ ഇവരെ കേട്ടിരുന്ന പോലെ ഒന്നും തേർഡ് പാർട്ടി അവിടെ നിൽക്കുന്നില്ല. നേരെ മറിച്ച് വളരെ സ്വാർത്ഥമായിട്ടുള്ള ഒരു സ്വഭാവമായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. മേ ബി ചിലവരെ സംബന്ധിച്ച് നല്ല രീതിയിൽ നല്ല ഹാപ്പിനെസ്സോടു കൂടി പോയവരുടെ ലൈഫിലൊരു പേഴ്സണായിട്ട് എൻ്റർ ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. അതോടുകൂടി നിങ്ങളത് കണ്ടുപിടിച്ചപ്പോഴും അത് ന്യായീകരിച്ച് പിടിച്ച് നിന്നിട്ടുണ്ടാകാം. പക്ഷേ അപ്പോഴും ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആലോചിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇത്രത്തോളം നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. ഒരുപാട് തവണ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങോട്ട് എഫേർട്ട് എടുത്ത് പോയിട്ടുണ്ട്. ഈ ഒരു പേഴ്സൺ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ അവരെ വാൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടിയുടെ സ്വഭാവം, ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ ഒരിക്കലും അതൊന്നും കേൾക്കാൻ വേണ്ടി ശ്രമിച്ചില്ല. നേരെ മറിച്ച് ആ പഴിചാരി, ആ കുറ്റങ്ങളൊക്കെ നിങ്ങളുടെ മേലിലാണെന്ന് ഇവർ വരുത്തി തീർത്തിട്ടുണ്ടാകാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഈ നിങ്ങളുടെ പേഴ്സണെക്കാട്ടും കൂടുതൽ നിങ്ങളാണ് ഈ ഒരു സിറ്റുവേഷനിൽ എഫേർട്ട് എടുത്തിട്ടുള്ളത്, ഈ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ് ചെയ്യാൻ നോക്കിയത് എന്നുള്ള രീതിയിലാണ് പറയാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങൾ പലതും അങ്ങനെയൊന്നും അല്ല, മീൻസ് കണ്ണടച്ച് ആ ഒരു വ്യക്തി പറഞ്ഞതൊക്കെ വിശ്വസിച്ചത്. നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞതൊക്കെ കളവാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു സിറ്റുവേഷനിൽ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ട് പലതും കണ്ടില്ലെന്ന് നിങ്ങൾ നടിച്ചിട്ടുണ്ടാകും. എന്നാൽ പോകെ പോകെ നിങ്ങളുടെ സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്തു പോയാൽ ഈ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഹേർട്ടാവുന്നത് നിങ്ങളാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്. അല്ലാതെ ഈ ഒരു വ്യക്തി സ്വഭാവം കാര്യമായിട്ട് മാറ്റാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. വീണ്ടും ഓണിലേക്ക് പോവും, ഓഫിലേക്ക് പോവും. അങ്ങനെയുള്ളൊരു എനർജിയിലേക്കാണ്, ഒരു ഷിഫ്റ്റിംഗ് എനർജിയാണ്, ഒരു ബാലൻസ് ഇല്ലാത്തൊരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് എന്താണ്, ഒരു മെച്യൂർഡ് അല്ലാത്തൊരു എനർജി തന്നെയാണ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നത്. കാരണം ഒരുപാട് പേരുടെ എനർജിയോട് അട്രാക്റ്റ് ചെയ്യുന്ന പേഴ്സണാകാം നിങ്ങളുടെ ഒരു പേഴ്സൺ, അല്ലെങ്കിൽ അവരുടെ സംസാര രീതി കൊണ്ട് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കുന്ന രീതിയിലായിരിക്കാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, ഇതിലൊരു ഫ്യൂച്ചർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മറ്റൊരു കമ്മ്യൂണിക്കേഷനാണ് ആഗ്രഹിക്കുന്നത്. തെറ്റുകൾ തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വേറൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഒരുപാട് പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് വർക്ക് എക്സ്പീരിയൻസിലാണെങ്കിലും, അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ ഏതൊരു ഫീൽഡ്. പക്ഷെ നിങ്ങളുടെ മുന്നിലാണെങ്കിൽ ഈ ഒരു വ്യക്തിയോ ഇങ്ങനെ പോലെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെപ്പോലെ ഹാപ്പിനെസ് ഉള്ള ഒരു വ്യക്തി ലോകത്തെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണ്. ബട്ട് അങ്ങനെയൊന്നും അല്ല. ബട്ട് വളരെയധികം മിസ്സിങ് ആണ്. ഒരു കാര്യം നിങ്ങളോളം മറ്റുള്ളൊരു സിറ്റുവേഷനെയോ പേഴ്സണെയോ കമ്പയർ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അതൊക്കെ ആകെ മാറിയ ഒരു സീനാണ് ഇവിടെ കാണിക്കുന്നത്. അതിനിപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് ഒരു പേഴ്സൺ അല്ല, ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ
ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത, അതായത് ചിലപ്പം നിങ്ങളെക്കാൾ കൂടുതൽ അവരുടെ ജോബോ കരിയറോ അല്ലെങ്കിൽ വേറൊരു പേഴ്സൻ്റെ വാക്കോ ഫാമിലി മെമ്പേഴ്സിൻ്റെ വാക്കോ അങ്ങനെയൊക്കെ കേട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വ്യക്തി വിചാരിക്കുകയാണ് എല്ലാ സിറ്റുവേഷൻ്റെ നടുവിലും ജഗ്ഗിളായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്, അതായത് മിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലായിട്ടാണ് കണക്കാക്കുന്നത്. നമുക്ക് ദ പെയിൻ കാർഡ്, ദ കൺഫ്യൂസ്ഡ് കാർഡ്, ലോസ്റ്റ് ആൻഡ് ഫീൽ ചെയ്യുന്ന 3 കാർഡ്സാണ് കിട്ടിയത്. അതായത് ദ 10 ഓഫ് സോഴ്സ്, ദ 9 ഓഫ് സോഴ്സ്, ദ 9 ഓഫ് സോഴ്സ്. ദ റിപ്പീറ്റിംഗ് കാർഡാണ്, വ്യത്യസ്തമായിട്ടുള്ള ഡെക്കിലെ കാർഡാണ്. പക്ഷെ അതെന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു ടഫ് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ബട്ട് ഹാപ്പി ആയിട്ട് അഭിനയിക്കുകയാണ്. എൻ്റെ പെയിൻ ഒരിക്കലും മറ്റുള്ളവർ കണ്ട് സന്തോഷിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെയധികം ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണാണ് നിങ്ങളുടെ പേഴ്സൺ. അതിപ്പോൾ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിൽ, എനിക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം, എൻ്റെ പേഴ്സൺ അങ്ങനെയൊന്നല്ല എന്നുള്ള രീതിയിൽ പറയുമായിരിക്കും. ബട്ട് കാണുന്നത് അങ്ങനെയാണ്, അതേപോലെ പറയാനേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഉണ്ടാക്കി പറയുക അങ്ങനെയൊന്നും അല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് നോക്കാം നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് എന്താണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നിങ്ങൾ മിററിങ് എനർജിയിലാണ്. നിങ്ങൾ പക്ഷേ ഒരുപാട് ഇതുമാതിരി ദ 9 ഓഫ് വൺസ് മാതിരി ഇവിടെ ഒരുപാട് നിങ്ങളുടെ തോട്ടിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിചാരിക്കുകയാണെങ്കിൽ എത്രത്തോളം ഈ ഒരു പേഴ്സണിൽ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ സ്റ്റക്ക് ആവുന്നോ അത്രത്തോളം എനിക്ക് എൻ്റെ ഫ്യൂച്ചർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എനിക്ക് എൻ്റെ ഹാപ്പിനെസ്, പണ്ടത്തെ ഹാപ്പിനെസ് എനിക്ക് വീണ്ടും തിരിച്ചു കിട്ടാൻ വേണ്ടി പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് പെയിൻ മാത്രമേ തന്നിട്ടുള്ളൂ. നേരെ മറിച്ച് ആ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത്, നിങ്ങളെന്ന് പറയുന്നത് ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് ആരൊക്കെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നു പോയെന്ന് പറഞ്ഞാലും നിങ്ങളോളം ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കി ആ ഒരു വ്യക്തിയെ പരിഗണിച്ചത് എന്നത് മറ്റാരുമില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങളെന്ന് പറയുന്നത് ഒരു വേലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ തോട്ടിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളൊരു പുതിയൊരു എനർജീനോട് മെസ്സപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ വീണ്ടും അവരുടെ നിങ്ങളുടെ ലൈഫിലേക്ക് ആ ഒരു പുതിയൊരു എനർജിയെ വീണ്ടും എൻ്റർ ചെയ്യിപ്പിക്കാൻ നിങ്ങളിപ്പോൾ തയ്യാറല്ല. ഒരുപാട് എനർജി ബാക്കിയുള്ളവരാണ് ഓക്കെ ഒന്നും കൂടി ഒരു കൈയും കൂടി നോക്കാം എന്നുള്ളതാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു എനർജിയോട് സ്വീകരിക്കാൻ ഒരു പേടിയോ അല്ലെങ്കിൽ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് പോലെ ആകുമോ എന്നുള്ളത് കൂടി നിങ്ങൾക്കൊരു ഭയമുണ്ട്. പിന്നെ നമുക്കിത് ലവേഴ്സ് കാർഡ് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പേരും ഓക്കെ ഞാൻ കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, ഇത് ഇങ്ങനെ സംഭവിച്ചു, ഇനിയിപ്പം എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ചിലവർ അവരോടുള്ള വാശിക്കൊക്കെ മുന്നോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോടുള്ള ഒരു ഗൈഡൻസ് എന്നുള്ള രീതിയിലാണെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മെമ്മറൈസിനെ സ്റ്റക്ക് ചെയ്തതുകൊണ്ട് പുതിയൊരു എനർജീനെ മെസ്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു എനർജിയെ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്റ്റേഷന് വേസ്റ്റ് ആയിട്ടുള്ളത് സംഭവിക്കും. ചിലപ്പം നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻ പെയിൻ തന്നെ തരുമെന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ മറ്റൊരു പേഴ്സണിൽ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. പക്ഷെ നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ആ ഒരു വ്യക്തിയുടെ മെമ്മറീസ് ആയിരിക്കും. അതൊരിക്കലും നിങ്ങൾ കംപ്ലീറ്റ്ലി ദ ന്യൂ ബിഗിനിങ് വേണം, അല്ലെങ്കിൽ ഒരു പുതിയൊരു പേഴ്സണെ വേണം, അല്ലെങ്കിൽ യൂണിവേഴ്സലായിട്ട് കൊണ്ടുവരുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കണം എന്നാണെങ്കിൽ പാസ്റ്റ് വിട്ട് കളഞ്ഞ് നിങ്ങളൊരു എന്താണ് ഈ ഒരു വ്യക്തിയുമായിട്ട് കമ്പയർ ചെയ്യുമോ അങ്ങനെ ഒന്നും വേണ്ട. പാസ്റ്റിലത്തെ കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്ത് നിങ്ങളുടെ മൈൻഡിലുള്ള തോട്ടൊക്കെ നിങ്ങൾ ഓക്കെ ആണെന്ന് തോന്നുമ്പോൾ മാത്രം ആ ഒരു ന്യൂ എനർജീനെ വെൽക്കം ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേര് വിചാരിക്കുന്നതിനും എനിക്ക് ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇനി പറ്റും തോന്നുന്നില്ല, കാരണം അത്രയ്ക്കും എൻ്റെ സോൾ അഡിക്റ്റഡ് ആയിപ്പോയി എന്ന് പറയുകയാണെങ്കിൽ അവരോട് പറയാണ് നിങ്ങൾ മെമ്മറീസിലാണ് സ്റ്റക്കഡായിട്ട് നിൽക്കുന്നത്. അതായത് ഈ ഒരു പേഴ്സണലല്ല. ഇപ്പോഴും നിങ്ങൾ ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഇതൊരു റിലേഷൻഷിപ്പാണ് എന്നുള്ള രീതിയിൽ പലരുടെയും ഇപ്പോഴും ഒരു ഡൗട്ടായിട്ടുണ്ട്. കാരണം ആ ഒരു വ്യക്തി റിലേഷൻഷിപ്പിലാണെന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ ആക്ച്വലി അതങ്ങനെ ആയിരുന്നില്ല. പക്ഷെ ഈ ഒരു വ്യക്തിക്ക് തരാൻ പറ്റാത്ത ഹാപ്പിനെസ്, സന്തോഷം, സമാധാനം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മറ്റൊരു വ്യക്തിയാൽ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളതാണ്. അതേപോലെ നിങ്ങളോട് പറഞ്ഞ് വഞ്ചിച്ച അല്ലെങ്കിൽ പറഞ്ഞ് ചെയ്ത തെറ്റിന് അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചതിന് അവർക്ക് മറ്റൊരാൾ വഴി ആ ഒരു തിരിച്ചടി കിട്ടും എന്നതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ കുറച്ച് പേരെന്ന് പറയുന്നത് വളരെയധികം സെൽഫ് സെൻറ്റേഡ് ആയിട്ട് മാറും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബൗണ്ടറീസൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഇനിയിപ്പം ഒരു ന്യൂ എൻട്രീനെ അല്ലെങ്കിൽ ന്യൂ ഒരു പേഴ്സൺ എൻട്രി അല്ലെങ്കിൽ അവർ വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ കരിയറൊക്കെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഒരു മെയിൻ പോയിൻ്റായിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഓക്കെ,
ഇവിടെ വെൽക്കമിങ്ങിനും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇനിയൊരു പുതിയൊരു എനർജി ഇപ്പോൾ വേണ്ട എന്നുള്ള രണ്ട് സൈഡിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒരു കുറച്ച് പേര് ഒരു സിറ്റുവേഷനിൽ ആ ഓർമ്മകളിൽ ഇപ്പോഴും സ്റ്റക്കഡാണ്. ബാക്കിയുള്ളവരാണെങ്കിൽ എന്ത് തന്നെ വന്നാലും എൻ്റെ ഡെസ്റ്റിനി ഈ ഒരു വ്യക്തിയുമായിട്ട് ടൈഡപ്പ് ആയിട്ടുള്ള അല്ല, എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കേ, ബോട്ടം ഓഫ് ദി ഡെക്ക് ദി എംപ്രസ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ആദ്യം തന്നെ പറയാന്നുണ്ടെങ്കിൽ കുറച്ച് പേര്, ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു, സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് മാറുന്നുണ്ട്. നിങ്ങളൊരു വേലി പോലെ കെട്ടി, അല്ലെങ്കിൽ ഇതുമാതിരി വളരെയധികം ബൗണ്ടറീസ് ഒക്കെ കെട്ടി നിങ്ങളുടെ തോട്ടിന് ഇനി ആരും എനിക്ക് വേണ്ട, മതി, ഇത്രത്തോളം മെസ്ഡപ്പ് ചെയ്ത് മതി, ഇനി എനിക്കൊരു പുതിയൊരു എനർജിനോട് മെസ്ഡപ്പ് ചെയ്യാൻ ഇപ്പോൾ ഓക്കെ അല്ല, ഇപ്പോഴാണ് ഓക്കെ അല്ലാത്തത്, ഫ്യൂച്ചറിൽ നിങ്ങൾ ഓക്കെ അല്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് ലവിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ആ ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് മദർ അല്ലെങ്കിൽ കുട്ടിയൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിൽ അവർ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കൂടുതൽ വർക്കിന് കോൺസെൻട്രേറ്റ് ചെയ്യും. അവരെ നല്ല പോലെ നോക്കണം എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അവർക്ക് ഒരു കുറവുണ്ടാവരുത്, അല്ലെങ്കിൽ അതിനു വേണ്ടി മുന്നോട്ട് പോകുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഒരു വിഷമം ഉണ്ടാവരുത് എന്നുള്ള രീതിയിൽ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാലും വന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ കുട്ടികളെയും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയെയും കെയർ ചെയ്യേണ്ടതുണ്ട്. ഇനിയിപ്പോൾ കുട്ടികളൊന്നും ഇൻവോൾവ്ഡ് അല്ലാത്തൊരു റിലേഷൻഷിപ്പാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ മദർ, അതുപോലെ തന്നെ അവർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ നഷ്ടപ്പെട്ടൊരു ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കം ബാക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്ക് ദി ഈസ് ഓഫ് കപ്സ് ആണ്. ഈസ് ഓഫ് കപ്സ്, 5 of Wands, ദ ടവർ കാർഡ്. ഓക്കെ, ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുക്ക് വരാനൊരു പേടിയുണ്ട്, പക്ഷെ വീണ്ടും ഈ നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തി റീ എൻറ്റർ ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് എത്ര തന്നെ പോയാലും എന്തോ സോൾ കൈൻഡ് ഓഫ് കണക്ഷൻ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് തന്നെ സിറ്റുവേഷൻ വന്നാലും, ആരൊക്കെ ഈ ഒരു സിറ്റുവേഷൻ എതിർത്താലും അവർ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി വരാൻ വേണ്ടി ശ്രമിക്കും. അതിപ്പോൾ ഇന്ന് തന്നെ വരും എന്നൊന്നുമല്ല, ചിലപ്പോൾ അതിപ്പം ഒരു 6 മാസം കഴിഞ്ഞിട്ടാകാം. ഓരോ ആളുടെ അലൈൻമെൻറ്റ് അല്ലെങ്കിൽ ഓരോ ആളുടെ സിറ്റുവേഷനും അതുപോലെ തന്നെ സ്റ്റോറിയും വേറെ തന്നെയാണ്. പക്ഷേ ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. കാരണം ദി ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി വരികയാണ്. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് വളരെയധികം ദ 5 of Wands, നിങ്ങളാൽ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വന്നാൽ തന്നെ നിങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇനി അത്രയ്ക്കും ചാൻസ് കൊടുത്ത് മടുത്തിട്ടാവും നിങ്ങൾ ഒരു വേലി തീർത്ത ഒരവസ്ഥയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ, പക്ഷെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും റീ എൻറ്റർ ചെയ്യും. കാരണം ചെയ്തു പോയ തെറ്റുകൾ, അല്ലെങ്കിൽ നിങ്ങളോളം ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയത് മറ്റാരുമില്ല എന്നൊക്കെ അറിയുന്ന സമയത്ത് വീണ്ടും പലരും അറ്റംപ്റ്റ് നടത്തും. ഇനിയിപ്പം ബ്ലോക്ക് ആക്കിയിട്ടൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ജെന്യൂൻ ആയിട്ടുള്ളൊരു കോണ്ടാക്റ്റാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്കറിയാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. പക്ഷേ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് വളരെ പ്രിവെൻറ്റിങ് എനർജിയാണ്. ഇറ്റ്സ് ടൈം ടു റിലീസ് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു കാർഡാണ്. അതായത് നെഗറ്റീവായിട്ടുള്ള തോട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വല്ലാണ്ട് അങ്ങ് അലട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ടൈം ഫോർ ഹീലിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അതിപ്പം ഹീലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ല, മൂവ് ഓൺ ചെയ്യണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഹീലിംഗ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്, ഒരു ബ്രേക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ടൈം എടുത്ത് ചെയ്തോളൂ എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, എന്നാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾ സംഭവിക്കും എന്നുള്ളത് മിറാക്കിൾ കാർഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമെന്ന് വിശ്വസിക്കാൻ, ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് കാർഡായിട്ടുള്ള ന്യൂ ബിഗിനിങ് ചൂസ് ചെയ്തവരുടെ കാർഡാണല്ലേ. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ എന്തൊക്കെയാണ്? ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് ദ 10 of Wands ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, സിറ്റുവേഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ
നോ കോൺടാക്റ്റിലൊക്കെ പോയിട്ട് ഒരു 6 മാസം, ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ ആയവരൊക്കെ ആണെങ്കിൽ, മേ ബി 2 കൊല്ലമൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 മാസം ഇങ്ങനെയൊക്കെ ആയവരാണെങ്കിൽ ഇവിടെ ഒരുപാട് മൈൻഡ് അവരുടെ ഒരു ചിന്തകളെ ബ്ലോക്ക് ചെയ്യും. എന്തായാലും ഫീലിങ്സൊക്കെ ഉണ്ട്, പക്ഷെ എന്താണ് അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നെ അവർ വിചാരിക്കും വേണ്ട. കാരണം ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു രീതിയിലാണ്. പക്ഷെ അവിടെ ഒരു ഹോപ്പുണ്ട്, നിങ്ങളായിട്ട് വരട്ടെ. മറ്റേടൊക്കെയാണെങ്കിൽ അവിടെ ഫ്യൂച്ചർ അത്രമേൽ കാണുന്നില്ലെങ്കിൽ ഇവിടെ ഒരു ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്. അതൊരു റിഗ്രറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിന്നാണ്, പക്ഷെ അവിടെ ഹോപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയൊരു തുടക്കം തന്നെയാണ് കാണിക്കുന്നത്. ഈ ഒരു പേഴ്സൻ്റെ കംബാക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാരേജൊക്കെ കഴിഞ്ഞ ഒരു പേഴ്സൺ ആണെങ്കിൽ പോലും ഇപ്പോഴും നിങ്ങൾ ഓർക്കുന്നുണ്ട്. ബട്ട് ഒരു ആക്ഷൻ എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഒരു സ്റ്റക്നെസ്, കാരണം അവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ആരെങ്കിലും തന്നെ ഉണ്ടാകും. മേ ബി ഫ്രണ്ട്സോ ഫാമിലി തന്നെ ആരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി ആസ് എ സിറ്റുവേഷൻ ആണെങ്കിൽ എനിക്കിവിടെ അങ്ങനെ തേർഡ് പാർട്ടി ആസ് എ സിറ്റുവേഷൻ ഈ ഒരു റേഞ്ചിൽ അങ്ങനെ കാണിക്കുന്നില്ല. കാരണം ഉണ്ടെങ്കിൽ പോലും അത്രയധികം ഫസ്റ്റിലത്തെ ആ ഒരു ഫീൽ ചെയ്ത പോലെ ഇവിടെ അത്രയധികം ഒന്നുമില്ല. ഉണ്ട്, എന്നാലും അത് ഫസ്റ്റിലായിരുന്നു കുറച്ചും കൂടി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇവിടെ എന്താണ് മൈൻഡ് ബ്ലോക്കായിട്ട്, അല്ലെങ്കിൽ അവരായിട്ട് ചിന്തിക്കുന്നത് ഇവരെങ്ങനെ റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ആരെങ്കിലും ഇവിടെ ഒരു റിഗ്രറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലോസ്റ്റ് ഫീലിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹോപ്പും ഉണ്ട്. അതായത് ഒരുപാട് സ്നേഹവും ഉണ്ട്. പക്ഷെ ഒരു ആക്ഷൻ എടുക്കുന്ന കാര്യത്തിൽ ഒരു സ്റ്റഗ്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നമുക്ക് നോക്കാം എന്ത് ഗൈഡൻസ് ആണ്. വാണ്ടറിങ് പാത്ത്, ഓക്കെ. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ആൻസറിങ് ദ കോൾ എന്നുള്ള രീതിയിൽ. യെസ്, ഇവിടെ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ കംബാക്ക് ആഗ്രഹിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് പോസിബിൾ. നല്ല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്തോളൂ. കാരണം നിങ്ങളുടെ ആൻസറിങ് ദ കോൾ എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഓറ പവറും കൂടി നോക്കണം. ദ ടൈം ഈസ് നൗ എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മുതൽ എന്ന് കാണിക്കുന്ന ഒരു കാർഡാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മറുപടി കിട്ടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴുള്ള ജേണി, അത് ആ ഒരു പേഴ്സൺ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ മറികടക്കുന്നു എന്നുള്ളത് ബേസ് ചെയ്ത് നിൽക്കും. നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ തന്നെ ആ ഒരു പേഴ്സണും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ രണ്ടുപേർക്കും ഞാൻ അങ്ങോട്ട് പോകില്ല, അല്ലെങ്കിൽ അവരിങ്ങോട്ട് വരട്ടെ. അതായത് അവരുടെ ഭാഗത്താണ് തെറ്റ്. ഇനിയിപ്പോൾ സിറ്റുവേഷനായിട്ട് അല്ലെങ്കിൽ പേഴ്സണായിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സണ് നിങ്ങൾ തന്നെ മതിയായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് കാണിക്കുന്നില്ല, ഉള്ളിൽ തന്നെ വെച്ച് നിൽക്കട്ടെ എന്നുള്ള രീതിയിലാണ്. കാരണം മെമ്മറീസിൽ സ്റ്റക്കഡായിട്ട് നിൽക്കുകയാണ്. എന്ത് തന്നെ ഉണ്ടെങ്കിലും ഞാൻ ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ ഒരു ടൈം ഇങ്ങനെ, അല്ലെങ്കിൽ നിങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അല്ലെങ്കിൽ ഈ ഒരു സമയം അല്ലെങ്കിൽ കുറച്ച് ഓക്കെ ആണ്, എൻ്റെ മൈൻഡ് ഓക്കെ ആണ്, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെയാണ് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക എന്നതൊന്നും അറിയാതെ ഇൻ ബിറ്റ്വീനായിട്ട് നിൽക്കുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയാവുന്ന ടൈം എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അതുപോലെ അത്ര പെട്ടെന്നൊരു കംബാക്ക് ഇതിലെല്ലാവർക്കും പോസിബിളൊന്നുമല്ല. കുറച്ച് പേർക്ക് എന്തായാലും പോസിബിളാണ്. കാരണം അത്രയ്ക്കും ആ ഒരു കുറേ നാളായി ഈ ഒരു എനർജിയിൽ തന്നെ നിൽക്കുന്നു എന്നാണെങ്കിൽ. ട്രാൻസ്ഫോർമേഷൻ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഒരു വ്യക്തി ഒരു ട്രാൻസ്ഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ നിങ്ങളായിട്ട് ഒരു ബൗണ്ടറീസൊക്കെ ക്രിയേറ്റ് ചെയ്ത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ്സിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷനും എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ന്യൂ സ്റ്റാർട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ട്രാൻസ്ഫോർമേഷനും കാണിക്കുന്നുണ്ട്. രണ്ട് വേയിലാണ് ഇത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. നമുക്ക് നോക്കാം ഇനി നിങ്ങളുടെ എനർജി ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, ഇങ്ങനെയാണ് എന്നുള്ളതൊക്കെ. The King of Pentacles, the Seven of Swords, the Ace of Pentacles and the Ten of Cups. Okay, ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ രണ്ടുപേർക്കും നല്ല രീതിയിൽ ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്കാണ് ഹേർട്ടായിട്ടുള്ളത്. കാരണം ഒരുപാട് അങ്ങോട്ട് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയായിരുന്നു എല്ലാം എന്ന് വിചാരിച്ച് നിന്നതിനുള്ള തിരിച്ചടിയാണോ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ദേഷ്യമുണ്ട് ഈ ഒരു വ്യക്തിയോട്. കാരണം നിങ്ങളെ ഹേർട്ട് ചെയ്ത് ഒരു പേഴ്സണോ അല്ലെങ്കിൽ സിറ്റുവേഷനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തിട്ടുണ്ടാകാം. അതിനൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ആ ഒരു പേഴ്സണായിട്ട് ചെയ്ത ഓരോ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഓർക്കുമ്പം ഞാനായിട്ടൊരു അവസരം കൊടുത്തിട്ടല്ലേ ആ ഒരു വ്യക്തി എന്നോടിങ്ങനെ അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് വിഷമിപ്പിച്ചത് എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട്
ഒരു പ്രിവെൻറ്റിങ് എനർജിയാണ്. വരട്ടെ, എന്നിട്ട് എല്ലാം പറയണം എന്നുള്ളത് വീണ്ടും ഒരു പെട്ടെന്നൊരു നിങ്ങളുടെ എനർജി അങ്ങോട്ടേക്ക് അട്രാക്റ്റ് ചെയ്ത് പോകുന്നതായിട്ടൊന്നും എനിക്ക് അത്ര ഇത് ഫീൽ ചെയ്യുന്നില്ല. പകരം ടൈം എടുക്കും. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് വരട്ടെ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി പോവും. ഇവിടെ എനിക്ക് എൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയുടെ കാര്യം നോക്കാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുകയാണ് എനിക്ക് മുന്നോട്ട് പോയേ പറ്റും, എൻ്റെ ജീവിതയാത്രയിൽ മുന്നോട്ടാണ് എൻ്റെ പാത എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് പേര് പുതിയ കോഴ്സ്, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി പോകുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ ഹാങ് ചെയ്യണോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വന്നാൽ എന്താണ്, എങ്ങനെയാണ് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യേണ്ടത്, ഒരു പ്രീ പ്ലാനഡ് ആയിട്ടൊരു സർക്കിൾ കംപ്ലീറ്റ് ആവുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Swords and Three of Cups. Okay, Three of Cups, Eight of Cups, and the Ace of Swords. Okay, അപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചിലർക്കൊരു ഡൗട്ട്, മൂവ് ഓൺ ചെയ്യണോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്ക് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാകാം. അതുപോലെ തന്നെ അതിനൊരു ക്ലാരിറ്റി വേണം. അതുപോലെ തന്നെ നിങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിൽ നിങ്ങളെല്ലാം സറണ്ടർ ചെയ്ത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ അതിനൊരു ക്ലാരിറ്റി ചോദിക്കുന്നവരുണ്ട്. നിങ്ങൾക്കൊരു ആൻസർ വേണം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഓക്കെ, ബോട്ടം ഓഫ് ദ ഡെക്ക് ദ ടെൻ ഓഫ് സോഡ് ആണ്. ഇവിടെ എല്ലാം കൂടി ഒരു ബിഗിനിങ് കാണിക്കുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ കാണിക്കുന്നുണ്ട്. അതായത് ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ, സിറ്റുവേഷൻ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി വരുന്നതായിട്ട് കണക്കാക്കുന്നുണ്ട്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ ഇവിടെ ഒരു ന്യൂ പേഴ്സൻ്റെ എൻട്രി, അതായത് നിങ്ങൾ ആ ഒരു പേഴ്സൺ, റോങ് ആയിട്ടുള്ള പേഴ്സണിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു കെയറും സ്നേഹവും അതൊരു പുതിയൊരു പേഴ്സൺ വഴി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. ഒരുപാട് സ്നേഹവും ഒരുപാട് കമ്പാഷനായിട്ടുള്ള നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളിപ്പോഴും ഒരു സിറ്റുവേഷനിൽ ഒരു പേഴ്സണിൽ സ്റ്റക്ക് ആയതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ്ലി റിജക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ചാൻസ് കൂടുതലാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, ഇനിയിപ്പോൾ പേഴ്സൺ വന്നാലും ഇല്ലെങ്കിലും ഇതെനിക്ക് സെൽഫ് സെൻറ്റർഡ് ആയിട്ട് നിൽക്കുന്നത്, നിങ്ങൾ ഒരു ഈ ഒരു പേഴ്സൺ വന്നാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഹാപ്പിനെസ്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്, നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരാളെ വേണമെന്ന് ചിലവരെ സംബന്ധിച്ചില്ല. ഞാൻ എന്നെ സ്നേഹിച്ചോളം, ഞാൻ എന്നെ കെയർ ചെയ്തോളം, അതോളം എനിക്കൊരു പുതിയൊരു പേഴ്സൻ്റെ ഒരു എൻട്രി വേണമെന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള ചാൻസ് ഒരു 60% കൂടുതലാണ് ഈ ഒരു ടൈം. കാരണം വീണ്ടും ഒന്നും കൂടി വന്ന് പോകാം എന്നുള്ള രീതിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ തെറ്റൊക്കെ മനസ്സിലാക്കി വരുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. നേരത്തെ ഒരു മാരേജ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 4 of Wands എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഫാമിലി ലൈഫായിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു കംബാക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾക്കൊരു ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവാനുള്ള, ഒരു ബിഗിനിങ് ഉണ്ടാവാനുള്ള, നിങ്ങൾ ചൂസ് ചെയ്ത പോലെ ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഹേർട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടായ വേദനകൾ ആദ്യം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം ഏതൊരു പേഴ്സണിലോ സിറ്റുവേഷനിലോ അല്ലെങ്കിൽ പുതിയൊരു കാര്യത്തിന് വേണ്ടി പോവുക എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് കാണിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഒറാക്കിൾ ഗൈഡൻസ്. വാട്ട് ഈസ് ദ ഒറാക്കിൾ ഗൈഡൻസ് ഫോർ യു? അപ്രോച്ച്. ഒരുപാട് നാളായിട്ടൊരു ടോക്സിസിറ്റിയിൽ തന്നെ നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ നിന്ന് ഒരു പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ നിങ്ങളുടെ ലൈഫിലേക്ക്, ഞാൻ പറഞ്ഞൊരു പുതിയൊരു പേഴ്സൻ്റെ എൻട്രി, ദ ന്യൂ ബിഗിനിങ് കാർഡ് ഇറ്റ് സെൽഫ് പറയുന്ന പോലെ തന്നെ ഒരു പുതിയൊരു പേഴ്സൻ്റെ എൻട്രി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ, 2 സിറ്റുവേഷൻ ജഗിൾ ചെയ്യുകയല്ല, ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്തത് മാത്രമേ ഒരു പുതിയൊരു കാര്യം തുടങ്ങാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഗൈസ് നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.